ഉത്തരേന്ത്യയിൽ അതിശൈത്യം തുടരുകയാണ്. ഹിമാലയൻ മേഖലയിൽ ശക്തമായ മഞ്ഞുവീഴ്ച തുടരുന്നതിനാൽ തണുപ്പ് ഇനിയും വർദ്ധിക്കുമെന്നാണ് മുന്നറിയിപ്പ്. കശ്മീർ താഴ്വരയിലും ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങളിലും ശക്തമായ മഞ്ഞുവീഴ്ച അനുഭവപ്പെട്ടു. ഉയർന്ന മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം. വിവരങ്ങളുമായി ജിഷ്ണു ചേരുന്നുണ്ട്. വീണ്ടും ജിഷ്ണു, കഴിഞ്ഞ ദിവസമൊക്കെ വലിയ രീതിയിലുള്ള കനത്ത മഞ്ഞുവീഴ്ചയും ശീതക്കാറ്റും ഒക്കെയാണ് അനുഭവപ്പെട്ടത്. ഇന്നെങ്ങനെയാണ് അവിടുത്തെ കാലാവസ്ഥാ പ്രവചനം? ഒപ്പം എന്തൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത്? അശ്വതി, കഴിഞ്ഞ 24 മണിക്കൂറായി ഹിമാലയൻ മേഖലയിൽ ശക്തമായിട്ടുള്ള മഞ്ഞുവീഴ്ച അനുഭവപ്പെട്ടിട്ടുണ്ട്. നിലവിൽ മഞ്ഞുവീഴ്ചയ്ക്ക് ചെറിയ ശമനമുണ്ടെങ്കിൽ പോലും അതിശക്തമായ മഞ്ഞുവീഴ്ചയാണ് ഹിമാലയൻ മേഖലയിൽ അനുഭവപ്പെട്ടത്. അതുകൊണ്ട് അതിൻ്റെ താഴ്ഭാഗങ്ങളിലേക്ക് അതിശക്തമായ ശീതക്കാറ്റും തണുപ്പും ഉണ്ടാകും എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒപ്പം വരും ദിവസങ്ങളിലും മഞ്ഞുവീഴ്ച ശക്തമാകും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുള്ള റിപ്പോർട്ട്. പ്രത്യേകിച്ച് ജമ്മു കശ്മീർ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങളിൽ അതിൻ്റെ ഉയർന്ന മേഖലകളിൽ മഞ്ഞുവീഴ്ച ഉണ്ടാകും. അതുകൊണ്ട് ഹിമപാതം ഉൾപ്പെടെയുള്ള അപകടങ്ങൾക്ക് സാധ്യതയുണ്ട്. ഈ മഞ്ഞുവീഴ്ചയും നിലവിലെ കാലാവസ്ഥ ആസ്വദിക്കുന്നതിനുമായി വലിയ വിനോദസഞ്ചാരികളുടെ വലിയ ഒഴുക്കാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക്, പ്രത്യേകിച്ച് ജമ്മു കാശ്മീരിലേക്കും ഹിമാചൽ പ്രദേശിലേക്കും എല്ലാം ഉണ്ടാകുന്നത്. അവരോട് അതീവ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പുകൾ പരിശോധിച്ച് യാത്ര ക്രമീകരിക്കാനാണ് നിർദ്ദേശിച്ചത്. ഒപ്പം ഡൽഹി ഉൾപ്പെടെയുള്ള മേഖല, ഡൽഹി, ഹരിയാന, പഞ്ചാബ്, ഉത്തർപ്രദേശ് മേഖലകളിൽ ശീതക്കാറ്റ് ശക്തമാകുമെന്നും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തണുപ്പ് ഇനിയും വർദ്ധിക്കും. വരും മണിക്കൂറുകളിൽ തണുപ്പ് വർദ്ധിക്കാനുള്ള സാധ്യതയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുള്ളത്. ജിഷ്ണു, വിവരങ്ങൾ വ്യക്തമാണ്. ഉത്തരേന്ത്യയിൽ അതിശൈത്യം തുടരുകയാണ്. ഇനിയും തണുപ്പ് കൂടുമെന്നാണ് മുന്നറിയിപ്പ്. ജിഷ്ണു ആണ് പ്രധാനപ്പെട്ട വിവരങ്ങൾ പങ്കുവച്ചത്.